നമസ്കാരം. നാളെ ഏപ്രിൽ 27 ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാളെ അമാവാസിയാണ്. അമാവാസി ഞായറാഴ്ച ദിവസമായതിനാൽ രവി അമാവാസി എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്നും ചന്ദ്രൻ പൂർണ്ണമായും അദൃശ്യമാകുന്ന ഈ ദിവസത്തിന് ആത്മീയപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. അവസാനത്തിനും ആരംഭത്തിനും ഇടയിലെ അവസ്ഥയാണ് അമാവാസി. ഞായറാഴ്ച സൂര്യനുമായി ബന്ധപ്പെട്ട ദിവസം കൂടിയാകുന്നു. സൂര്യന്റെ ആത്മീയമായ ഊർജവും അമാവാസിയും ഒത്തുചേരുമ്പോൾ ഈ ദിവസത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ഇന്നേ ദിവസം വളരെ അനുകൂലമാണ്. ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ പ്രധാനമായും തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് പൊതുഫലപ്രകാരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാകുന്നു. അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. മേടം രാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ കൂടുതലായും വന്നു ചേരാം. ഇന്നേ ദിവസം മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ പ്രതീക്ഷിക്കാതെ അഥവാ അപ്രതീക്ഷിതമായോ പല കാര്യങ്ങളും ജീവിതത്തിൽ തേടിയെത്താം. സാമ്പത്തികമായ കാര്യങ്ങൾ വളരെ അനുകൂലമാകണം എന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. ധനപരമായ ആവശ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക ലാഭങ്ങൾ തേടിയെത്താം. സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്നതുമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യത ഒരല്പം കൂടുതലാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ഒന്നിൽ കൂടുതൽ ധനപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പ്രധാനമായും ഉത്തരവാദിത്തങ്ങൾ ഇരട്ടിക്കുന്നതായ സമയമാണ്. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മാറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചകൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധ്യതയുള്ള സമയമാണ്. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ഉത്തമം തന്നെയാകുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്ക് കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്ന കാര്യങ്ങൾ ഈ സമയം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. യാത്രാ ക്ലേശങ്ങൾ വർദ്ധിച്ചു എന്ന് വരാം. വാഹന ഉപയോഗം
അല്പം ശ്രദ്ധിക്കേണ്ടതായി വരാം. എന്നിരുന്നാലും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. പൊതുവിൽ പുതിയ അവസരങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ അവസരങ്ങൾ വന്നു ചേരാം. കർമ്മരംഗത്ത് നേട്ടങ്ങളിലേക്ക് നയിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പല വെല്ലുവിളികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ മറ്റു നേട്ടങ്ങളും വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ തേടിയെത്താം. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് വരാം. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. അനുകൂലമായ ദിവസങ്ങളാണ് മുൻപിലുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. പല രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ ലാഭം നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ സാമ്പത്തിക സ്ഥിതി അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമാകാം. മംഗളകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ സൂചനകൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. പല പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഇത്തരം പ്രതിസന്ധികൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഉത്തരവാദിത്തങ്ങൾ ഇരട്ടിയാകാം. എന്നാൽ അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരം, അത്തരം ചില ചർച്ചകളിലേക്ക് കടക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ വ്യക്തികളിൽ നിന്നോ സഹായം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പൊതുവിൽ ഈ ദിവസങ്ങൾ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. പൊതുവിൽ അനുകൂലമായ ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുകയോ പുതിയ ജോലി ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. പല കാര്യങ്ങളും സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മംഗളകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജീവിതത്തിൽ സന്തോഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും അകലുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക.
സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക തന്നെ ചെയ്യും.